നമസ്കാരം. ഒരു നിമിഷം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ വാക്കിന് ഏറ്റവും വിലയുള്ള സമയം എത്രയാണെന്ന്? രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ മാതാപിതാക്കൾ എത്രത്തോളം വിജയിച്ചു അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് തീരുമാനിക്കാൻ അവർക്ക് ആകെയുള്ള ആ ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് 18 വർഷങ്ങളാണ്. അതെ, കേവലം 18 വർഷം. 12 വർഷം കഴിയുമ്പോൾ തന്നെ, അതായത് ടീനേജിലേക്ക് കടക്കുമ്പോൾ തന്നെ കളി മാറും. അവരുടെ ലോകത്തിലേക്ക് പുതിയ കളിക്കാർ വരും. കൂട്ടുകാർ, ഇൻ്റർനെറ്റ്, സമൂഹം. അങ്ങനെ മാതാപിതാക്കളുടെ സ്വാധീനം മക്കളുടെ ജീവിതത്തിൽ പതുക്കെ കുറഞ്ഞു തുടങ്ങും. 18 വർഷം കൊണ്ട് ഒരു പ്രായപൂർത്തി വന്ന ഒരു മകനോ മകളോ ആയി അവരെ മാറ്റുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. അത് വെറും പ്രായമല്ല, അവരെ ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവരെ ഒരുക്കുക, പഠിപ്പിക്കുക, അതിനുള്ള ഫോർമേഷൻ നൽകി അവരെ പറന്നുയരാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ നിർണായകമായ 18 വർഷം മാതാപിതാക്കൾ എങ്ങനെയാണ് ഏറ്റവും നന്നായി ഉപയോഗിക്കേണ്ടത്? നമ്മുടെ മക്കൾക്ക് ഏറ്റവും മികച്ച ഒരു അടിത്തറ നൽകാനായിട്ട് ഈ സമയത്ത്, ഈ 18 വർഷം, ഈ ഗോൾഡൻ ടൈമിൽ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കിയാൽ അത് നിങ്ങളുടെ മക്കളുടെ ഫോർമേഷനെ നന്നായി സ്വാധീനിക്കാനായി സാധിക്കും. ഞാനൊരു ചെറിയ കഥ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു സാധാരണ മലയാളി അച്ഛൻ മകന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാനായിട്ട് രാവും പകലും കഷ്ടപ്പെടുകയാണ്. നല്ല ഭക്ഷണം, വസ്ത്രം, പുസ്തകങ്ങൾ, ട്യൂഷൻ, ഫൺ, ഇതിനൊന്നിനും ഒരു കുറവും വരുത്തിയില്ല. അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, വസ്ത്രങ്ങൾ അലക്കി കൊടുത്തു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ മകന് വേണ്ടി നന്നായിട്ട് ചെയ്തു കൊടുത്തു. പക്ഷേ ആ മാതാപിതാക്കൾ ഒരിക്കലും മകനോട് അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിച്ചില്ല. അല്ലെ, അതിന് അവർക്ക് അറിവില്ലായിരുന്നു. അവൻ്റെ ആശങ്കകളെക്കുറിച്ചോ അവൻ്റെ കൂട്ടുകാരാരെന്നോ അവൻ കടന്നു പോകുന്ന വിഷമങ്ങൾ എന്താണെന്നോ ഒന്നും അവനോട് ചോദിക്കാനായിട്ട് അവർക്ക് അറിഞ്ഞിരുന്നില്ല, അല്ലെ കഴിഞ്ഞില്ല. സ്കൂളിലെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് അവർക്ക് സമയമുണ്ടായിരുന്നില്ല. അവർ വല്ലാതെ തിരക്കിലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, മകൻ പഠിച്ചു, നല്ല ജോലിയൊക്കെ നേടി ദൂരെ ഒരു നഗരത്തിലേക്ക് നല്ലൊരു ജോലിയൊക്കെ ആയിട്ടങ്ങ് മാറി. അവിടെ ചെന്ന് ആദ്യകാലങ്ങളിൽ ഫോൺ വിളിച്ചപ്പോൾ സംസാരിച്ചു. പതിയെ പതിയെ ഈ ഫോൺ വിളിയുടെ എണ്ണം കുറയാൻ തുടങ്ങി. ഒരു ദിവസം അച്ഛൻ അവനെ വിളിച്ചു, അവൻ എടുക്കുന്നില്ല. അമ്മ അവനെ ഫോൺ വിളിക്കുന്നു, പക്ഷേ അവൻ അപ്പോഴും ഫോൺ എടുക്കുന്നില്ല. വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അവൻ തിരികെ വിളിച്ചു. പിന്നീട് ഫോൺ വിളിച്ചാൽ അവൻ എടുക്കുകയുമില്ല, തിരിച്ച് വിളിക്കുകയുമില്ല. മാതാപിതാക്കൾ പറഞ്ഞു, മകന് അഹങ്കാരം കയറിയെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ അച്ഛനും അമ്മയും മകന് വേണ്ട ഭൗതികമായ എല്ലാ കാര്യങ്ങളും നൽകി. പക്ഷേ അവൻ ഒന്നു മാത്രം നൽകിയില്ല, ഒരു ഹൃദയബന്ധം. ഈ മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കാനും അവൻ്റെ ജീവിതത്തിൽ അവൻ കടന്നു പോകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് സൗഹൃദത്തോടെ പറയാനും പറ്റുന്ന ഒരു അന്തരീക്ഷം ഈ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് ഈ മകൻ ഇവരിൽ നിന്നും അകന്നു പോയത്. ഇവന് നോക്കിയിരിക്കുകയായിരുന്നു ഒരവസരം ഇവരിൽ നിന്ന് മാറാൻ. അവൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ അവൻ കണ്ടെത്താനായിട്ട് ഒരവസരം അവൻ നോക്കിയിരിക്കുകയായിരുന്നു. ഈ കഥ ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളായിട്ടുള്ള രക്ഷകർത്താക്കൾക്ക് പരിചിതമായിരിക്കാം. ചിലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കാറില്ലേ, കാനഡയിലേക്ക് വീട്ടിൽ നിന്നും ലോണൊക്കെ എടുത്ത് മക്കൾ പോയി പിന്നീട് തിരിച്ചു വിളിക്കാത്ത മക്കളെക്കുറിച്ച്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം, വിദ്യാഭ്യാസം, നല്ല വീട് എന്നിവ നൽകുന്നതുകൊണ്ട് മാത്രം അവർ നമ്മോട് ചേർന്ന് നിൽക്കുകയോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയോ ചെയ്യണമെന്നില്ല. ഇതൊക്കെ നമ്മുടെ കടമയാണ്, ശരിയാണ്. നമ്മളതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ രക്ഷാകർതൃത്വം അഥവാ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഈ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവേണ്ടതാണ്. അവരുടെ മനസ്സിനെ, അവരുടെ ആത്മവിശ്വാസത്തെ, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവിനെ ഒക്കെ രൂപപ്പെടുത്തുന്നതാണ്
യഥാർത്ഥ പാരൻറ്റിങ്ങിൻ്റെ വിജയമെന്ന് പറയുന്നത്. അതിന് നമുക്ക് ലഭിക്കുന്ന ഈ സമയമാണ് ഈ 18 വർഷം. നമുക്ക് ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെറുതെ നമ്മുടെ മാതാപിതാക്കൾ സ്വാഭാവികമായി അല്ലെങ്കിൽ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കാനായിട്ട്, ഒരു സ്വാഭാവികമായിട്ടൊരു കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ കുട്ടികളുടെ പരീക്ഷയിലെ മാർക്ക് കണ്ട് കുഞ്ഞുങ്ങളെ താരതമ്യം ചെയ്യുക. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് മുഴുവൻ A+ ആണല്ലോ, നിനക്കെന്താണ് സാധിക്കാതെ പോയത് എന്നും പറഞ്ഞൊരു കമ്പാരിസൺ അങ്ങ് നടത്തും. ഇതോടുകൂടിയിട്ട് ആ കുട്ടിക്ക് ഈ മാതാപിതാക്കളോടുള്ള ഒരകൽച്ച വർദ്ധിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഈ മകനെ ഒന്ന് സ്നേഹത്തോടെ അടുത്ത് നിർത്തി, സാരമില്ല, എന്തെങ്കിലും പറ്റുമോ, ഞങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുമോ, അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ, നമുക്ക് ഒരുമിച്ച് നമുക്ക് പരിശ്രമിക്കാം, എവിടെയാണ് ഈ പാളിച്ച പറ്റിയത് എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അതിരുന്ന് ഈ മക്കളോട് സ്നേഹത്തോടെ സമീപിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മുടെ താരതമ്യപ്പെടുത്തലുകൾ നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കും എന്ന് തിരിച്ചറിയുക. കുട്ടികളും ഒരു കാര്യം ചെയ്യും, അവരും താരതമ്യം ചെയ്യും അയൽപ്പക്കത്തെ മാതാപിതാക്കളുമായിട്ട് നമ്മെ തന്നെ. അതുകൊണ്ട് ഈ താരതമ്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ സഹായിക്കുകയല്ല, മറിച്ച് തളർത്തുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി രണ്ടാമത്തേത് നമ്മൾ ഓർക്കേണ്ടത്, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ മക്കളുടെ സ്വപ്നങ്ങളെ തളച്ചിടുന്നവരാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ ആ കുട്ടിക്ക് മറ്റൊരാഗ്രഹമായിരിക്കാം. ഒരു മ്യൂസീഷ്യൻ ആകണമെന്നോ, അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആകണമെന്നോ, അല്ലെങ്കിൽ നല്ലൊരു ഷെഫ് ആകണമെന്നോ, അല്ലെങ്കിൽ ഒരു നല്ല കളിക്കാരനായി മാറണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ടാകാം. അങ്ങനെയുള്ള ആഗ്രഹം അവർ പറയുമ്പോൾ അതിനുള്ള കഴിവുണ്ടോ എന്ന് ഒരു വിദഗ്ധൻ്റെ അടുത്ത് പോയി ഒന്ന് പരിശോധിക്കാനെങ്കിലും മാതാപിതാക്കൾ തയ്യാറായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞിന് നിങ്ങളെ വിശ്വസിക്കാനായിട്ട് കഴിയുക? അതൊന്നും ഒരു ജോലിയല്ല, വല്ല സർക്കാർ ജോലിയും നോക്ക് എന്ന് പറഞ്ഞ് അവരുടെ സ്വപ്നങ്ങളെ മുളയിലേ നുള്ളിക്കളയുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം കൂടിയാണ് എന്ന് മാതാപിതാക്കൾ അറിയേണ്ടതില്ലേ? ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളോട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മനസ്സ് എന്തുമാത്രമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം എന്തുമാത്രമുണ്ട്? ആ കുട്ടി ഭയത്തിലാണോ ജീവിക്കുന്നത്? കൂട്ടുകാരുമായുള്ള ഒരു ചെറിയ പ്രശ്നമോ, അല്ലെങ്കിൽ പഠിത്തത്തിലുള്ള പിന്നോട്ട് പോകുന്നതോ, അല്ലെങ്കിൽ അവരുടെ പ്രണയബന്ധത്തിലുള്ള താളപ്പിഴകളോ എന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ ഒന്ന് തുറന്നു പറയാനായിട്ട്, സ്വാതന്ത്ര്യത്തോടെ പറയാനായിട്ടുള്ള ധൈര്യം നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടോ? അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എനിക്ക് ഇവിടെ അറിയാവുന്നൊരു കുടുംബമുണ്ട്. അപ്പനും മക്കളും തമ്മിൽ ഒരു വലിയ ഫ്രണ്ട്ഷിപ്പിലാണ്. ഈ മാതാപിതാക്കൾ മലയാളികളാണ്, ഇവിടെ ജീവിക്കുന്നവരാണ്. അവരവരുടെ മക്കളോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷേ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങളുടെ മുമ്പിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് ഈ മക്കൾക്ക് ഈ മാതാപിതാക്കളെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവരുടെ സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് അവർ ഈ മാതാപിതാക്കളെ കാണുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും വഴക്കു പറയും, അല്ലെങ്കിൽ എന്നെ തല്ലുമെന്നുള്ള പേടി കൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി ഇരുട്ടിൻ്റെ മറവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറവിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ചിലപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തെ വലിയ മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിടുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി നാലാമതായിട്ട് മാതാപിതാക്കൾ ചോദിക്കേണ്ട ഒരു ചോദ്യമെന്ന് ഉള്ളത് എനിക്ക് തോന്നുന്നത്, അവരുടെ ജീവിതത്തിൽ ഒരു സാന്നിധ്യമായിട്ട് മാറാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ അവസ്ഥയിൽ ഈ മാതാപിതാക്കൾക്ക് ഗൾഫിലൊക്കെ പോയി കഠിനമായിട്ട് പണിയെടുത്ത് കുടുംബം പോറ്റേണ്ടതായിട്ടുണ്ട്. പണമൊക്കെ അയക്കും, കളിപ്പാട്ടങ്ങളൊക്കെ അയക്കും, വില കൂടിയ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന പഠനങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്, ഈ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് ഇവർ നൽകുന്ന സമ്മാനങ്ങളെ ഒന്നും ഇവർ മാനിക്കുന്നേയില്ല. കാരണം ഇവർ കമ്പയർ ചെയ്യുന്നത് അവരുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ പാരൻസുമായിട്ടാണ്. എൻ്റെ കൂടെ വാർഷികത്തിന് ഒന്നിച്ചിരിക്കാത്ത, എൻ്റെ വിജയങ്ങളിൽ എന്നോടൊപ്പം സന്തോഷിക്കാത്ത, എൻ്റെ ആവശ്യങ്ങളിൽ എൻ്റെ കൂടെയില്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് അസുഖം വരുമ്പോൾ എൻ്റെ കൂടെയില്ലാത്ത എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എന്ത് ബന്ധം പുലർത്താനാണ്? ആ കൊച്ചിന് ആ ഒരു സാമീപ്യം അനുഭവിക്കാനോ, ആ സ്നേഹം അനുഭവിക്കാനോ, ആ സ്നേഹസ്പർശം അത് അനുഭവിക്കാനോ പണം കൊണ്ട് കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ പണം കൊണ്ട് അത് കിട്ടുന്നില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ ആ കുഞ്ഞു വളരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ഒരു വലിയ മാറ്റം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മുടെ
വീടുകൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന വീടുകളുടെ അന്തരീക്ഷം മാറേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ വളർന്നു വന്നിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് മുതിർന്നവർ സംസാരിക്കുമ്പോൾ കുട്ടികൾ മിണ്ടാതിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുന്നത് അനുസരണക്കേടാണ്. അത് ബഹുമാനമില്ലാത്തത് കൊണ്ടാണ്. ബഹുമാനം എന്നത് ഭയത്തോടെ നിശബ്ദമായിരുന്ന് എല്ലാം കേൾക്കുക, അതെ എന്ന് പറയുക എന്നുള്ളതാണ് എന്നൊക്കെ ഉള്ള മനോഭാവത്തിൽ വളർന്നവരാണ്. പക്ഷേ ഇന്ന് കാലം മാറി. കുഞ്ഞുങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. അവർക്ക് ഒരു സങ്കീർണതയുമില്ല. അവർ ഒരു അഭിനയവുമില്ലാതെ കാര്യങ്ങൾ അപ്പടി ചോദിക്കുന്നവരും പറയുന്നവരുമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അച്ചടക്കം മാത്രം പോരാ. അവർക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവരെ കേൾക്കുന്ന നല്ല കാതുകളായി, അവരെ മനസ്സിലാക്കുന്ന നല്ല ഹൃദയമായിട്ട് നമ്മൾ മാറുമ്പോൾ തീർച്ചയായും അവരൊരു ഹൃദയബന്ധം നമ്മളുമായിട്ടുണ്ടാക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുമല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഹൃദയബന്ധം മക്കളുമായിട്ടുണ്ടാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് നല്ലൊരു കേൾവിക്കാരായിട്ട് മാറുക എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികളെ കേൾക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധയോടെ അവരെ കേൾക്കുകയും എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും അവരെ കേട്ട് അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കും. ഇനി രണ്ടാമത്തത് എനിക്ക് തോന്നുന്നത് അവർക്ക് സമയം കൊടുക്കുക, അവരോട് ചിലവഴിക്കാനുള്ള സമയം കണ്ടെത്തുക. ബോധപൂർവം കുറച്ച് സമയമെങ്കിലും അവരോടൊത്ത് ചിലവഴിക്കുകയും കളിക്കുകയും ചിരിക്കുകയും അല്ലെങ്കിൽ വെറുതെ സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ജീവിതത്തെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ ഒത്തിരി സഹായിക്കുന്ന കാര്യങ്ങളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മൂന്നാമത്തേത് എനിക്ക് തോന്നുന്നത് കുട്ടികളെ പരാജയപ്പെടാൻ അനുവദിക്കുക. അവരുടെ പരിശ്രമത്തെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക. അവരുടെ എപ്പോഴുമുള്ള A+നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നീ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പരാജയം എന്നുള്ളത് നമ്മൾ വിജയത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ചെറിയ വീഴ്ചകളിൽ അവരെ ഇങ്ങനെ തള്ളി പറയാതെ അവരെ താങ്ങി നിർത്തി സാരമില്ല, നമുക്ക് അടുത്ത തവണ പരിശ്രമിക്കാമെന്ന് പറയുന്നതിലൂടെ ആ വീഴ്ചകളിൽ നിന്ന് അവൻ ഉയരാനായിട്ട് പാഠങ്ങൾ പഠിച്ച് വരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് ഈ ഒരു ബോധ്യത്തോടെ ആയിരിക്കണം നമ്മൾ കുട്ടികളോട് പെരുമാറേണ്ടത് എന്ന് പഠനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനിയും നാലാമതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊരു നല്ല സുരക്ഷിതത്വ ബോധം നൽകുന്നത് നല്ലതാണ്. എന്ത് കാര്യവും എൻ്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തുറന്നു പറയാം, എനിക്ക് പേടിക്കേണ്ടതില്ല. അതിനുള്ള ധൈര്യം നമ്മുടെ മക്കൾക്കുണ്ടായാൽ അവർ ഒരിക്കലും വഴിതെറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ ഒരു 18 വർഷം അത് വളരെ വേഗത്തിൽ കടന്നു പോകുന്ന വർഷങ്ങളാണ്. ആ സമയത്ത് നമ്മൾ വിതയ്ക്കുന്ന സ്നേഹവും നമ്മൾ നൽകുന്ന പാഠങ്ങളുമൊക്കെയാണ് അവരുടെ ആത്മവിശ്വാസവും അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയും വിജയവും ഒക്കെ അവർക്ക് നൽകുക. അതുകൊണ്ട് ഈ 18 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ പഠിപ്പിക്കരുത്, അവരുടെ ജീവിതത്തിലെ സുഹൃത്തായിട്ട് മാറുക. അപ്പോൾ അതുകൊണ്ട് ഈ 18 വർഷക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങൾ ഏറ്റവും നന്നായി മക്കളിലേക്ക് കൊടുത്ത് അവരെ സ്വയം പറന്ന് നടക്കാനുള്ള, അവർക്ക് അതിനുള്ള കഴിവ് നൽകുന്ന മാതാപിതാക്കളായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് ചെയ്യാനായിട്ട് കഴിയുന്നവരാണ് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ഈ ഗോൾഡൻ ടൈം നന്നായിട്ട് ഉപയോഗിക്കുന്നവർ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റൊന്ന് കാണാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.